എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും പ്രമേഹ രോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി ആയിട്ട് മാറാൻ സാധ്യതയുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്നത്തെ ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഡേറ്റ, അതായത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ ലേറ്റസ്റ്റ് ഡേറ്റ 2021 ഡേറ്റ അനുസരിച്ചിട്ട് ഏകദേശം 151 മില്യൺ ആളുകളിലാണ് പ്രമേഹ രോഗം കണ്ടിരുന്നത്, ഏകദേശം ഒരു 2016 ആ കാലഘട്ടത്തിൽ. അപ്പൊ അതിനുശേഷം ഇന്നത്തെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് 537 മില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ 20 മുതൽ 79 വയസ്സ് ഉള്ള ആൾക്കാരിൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പ്രമേഹ രോഗിയാണ്. അതോടൊപ്പം തന്നെ 78,000-ലധികം ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയെ എടുക്കാം. ഇന്ത്യയിൽ എന്താണ് അവസ്ഥ? ഇന്ത്യയിൽ ഏകദേശം 7.7 കോടിയോളം ആൾക്കാർ പ്രമേഹ രോഗികളാണ്. അതോടൊപ്പം തന്നെ 25 മില്യണിലധികം ആൾക്കാർ, അതായത് 2.5 കോടിയിലധികം ആൾക്കാർ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ അവർക്ക് അസുഖം വരാനുള്ള സാധ്യത ഭാവിയിൽ വളരെ കൂടുതലാണ്. അത് ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 44.7% അത് വരും. ഇന്ത്യയിൽ പ്രമേഹ രോഗമുള്ള സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്, കേരളം, ഡൽഹി ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സോ ഈ എല്ലാ ഡേറ്റയും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് എല്ലാ മരുന്നുകളും അവൈലബിൾ ആണ്. പ്രമേഹ രോഗത്തിനുള്ള, അസുഖത്തിനുള്ള, അതിന്റെ സിംറ്റംസ് സോൾവ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നമുക്ക് ധാരണയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അസുഖം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരുന്നത്? ഒരുപക്ഷെ അതിനത്ര പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാവാം. ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ സാധിക്കാത്തതാവാം. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ പ്രയോറിറ്റി കൊടുക്കാത്തതാവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻ്റെ മെയിൻ മോട്ടിവേഷൻ എന്താണ്? അത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തുടങ്ങും. ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറയും. ആ ഒരു കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മെറ്റേണൽ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും പ്രമേഹ രോഗമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല റിസ്ക് ഫാക്ടേഴ്സും വെച്ച് നോക്കും, ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ഭാവിയിൽ അസുഖം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഞാൻ എൻ്റെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തു, അതുപോലെ HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത് ഞാൻ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലാണ്. സോ അതിന്റെ അർത്ഥം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനും ഒരു പ്രമേഹ രോഗിയായി മാറും എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഐ ഷുഡ് ടേക്ക് ആക്ഷൻ. എൻ്റെ ജീവിത ശൈലി അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ പ്രമേഹ രോഗം എന്നെയും പിടികൂടാം. സോ അതുകൊണ്ട് ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലായാലും ആക്ടിവിറ്റി ആയാലും സ്ലീപ്പ് ആയാലും അങ്ങനെ പലതരത്തിലുള്ള ഏരിയാസ് ഉണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്. അപ്പൊ ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്നുള്ളത് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. സോ എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ അത് എന്തായാലും എൻ്റെ ഫാമിലിയിലും ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ അവരാണ് ഇനി എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. സോ ഞാൻ അവരിലും ഈ സിസ്റ്റം അപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞ ആക്ഷൻ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് 3 മാസത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യത്യാസം അവിടെയും കാണാൻ സാധിച്ചു. സോ ഫാമിലിയിൽ മാറ്റം വന്നു. എനിക്ക് എൻ്റെ മിഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. സോ വ്യക്തിയിൽ നിന്ന് കുടുംബവും, കുടുംബത്തിൽ നിന്ന് സമൂഹവും, സമൂഹത്തിൽ നിന്ന് നമ്മുടെ ലോകവും എന്നുള്ള ആ ഒരു സത്യത്തെ തിരിച്ചറിയുക. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ള ചിന്താഗതി മാറ്റുക. അപ്പം ഞാൻ എന്ന വ്യക്തി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ ആ ഒരു ആക്ഷൻ നിങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോലി അത് നമ്മുടെ സമൂഹത്തിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത തുറന്നു തരികയാണ്. അത്തരമൊരു വാതിൽ തുറന്നു തരികയാണ്. സോ അത് തന്നെയാണ് എൻ്റെ മിഷനും. സോ ഫാമിലിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തുക.
ഒരുപാട് പേർ പ്രമേഹ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ മെഡിസിൻസ് എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള മാറ്റവും അതിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൂടി വരികയാണ്. കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വൃക്കരോഗം, അതുപോലെ ന്യൂറൽ ഇഷ്യൂസ്, അതായത് കൈകാലുകളിൽ വേദന, മുട്ടുവേദന, തളർച്ച, കൈകാലുകളിൽ മരവിപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ പ്രമേഹ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് ആണ്, കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ, അതോടൊപ്പം തന്നെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം കൊണ്ടുവരാം, അത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ 12 വീക്ക് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിനു മുന്നേ ഒരു കാര്യം കൂടി, ആർക്കു വേണ്ടിയാണ് ഈ പ്രോഗ്രാം? ജെനുവിൻ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള സെഷൻസ് ആണ്. യൂട്യൂബിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. സോ ജെനുവിൻ ആയിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യാനും വീക്ക്ലി സീരീസിന്റെ വീഡിയോസ് കാണാനും അതിലുള്ള ഓരോ സ്റ്റെപ്സും പൂർണ്ണമായ വിശ്വാസത്തോട് കൂടിയിട്ട് ഫോളോ ചെയ്യാനും റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രോഗ്രാം. അതിൽ തന്നെ ഒരുപക്ഷെ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തവരായിരിക്കാം, പ്രമേഹ രോഗത്തിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനുള്ള റിസ്ക് കൂടുതലുള്ളവരായിരിക്കാം, അവരുടെ ജീവിത ശൈലി ആ രീതിയിലായിരിക്കാം, ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ലാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആള്, ഒരുപക്ഷെ നല്ല തടിയുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതല്ല ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാളായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിസ്ക് ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഡെഫിനറ്റ്ലി നല്ലൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയില്ല. പക്ഷെ അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട്, ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാൻ തയ്യാറാവണം. സോ എന്താണ് നിങ്ങൾ നെക്സ്റ്റ് വീക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സെഷൻസ് വീക്ക്ലി ആയിരിക്കും. സോ 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു പക്ഷെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ഓക്കെ, സോ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു നോട്ട്ബുക്കും പെന്നും ആയിട്ട് വരാം. കാരണം ഇത് എന്ന് പറയുന്നത് ഒരു ലോങ് ജേർണിയാണ്, ഒരു 3 മാസത്തോളം എടുക്കുന്ന ജേർണിയാണ്. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് എഴുതുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും. സോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും കൂടും. ഓക്കെ, സോ നോട്ട്ബുക്കും പെന്നും ആയിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ. ഓക്കെ, അപ്പൊ അതൊരു കാര്യം. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഇതുപോലെ പ്രമേഹ രോഗമുള്ള ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് പ്രമേഹ രോഗമുള്ളവരായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് ഒരു പക്ഷെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോസ് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാം. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ എത്രമാത്രം പവർഫുൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ഒരു വാട്സാപ്പ് മെസ്സേജ് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് പല പല ഗ്രൂപ്പുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു പക്ഷെ നല്ല മെസ്സേജ് ആണെങ്കിൽ, നല്ല ഹെൽത്തി ടിപ്പുകൾ ആണെങ്കിൽ, അത് ഒരാളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെങ്കിൽ, നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആയി മാറുകയാണ്. നിങ്ങളിലൂടെ മറ്റുള്ളവർക്കും അത് നല്ലൊരു രീതിയിൽ ഹെൽപ്ഫുൾ ആവുകയാണ്. സോ അതുകൊണ്ട് ഈ മെസ്സേജസ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷന്റെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം വീഡിയോ സീരീസ് വീക്ക്ലി ഏത് ദിവസം, ഇപ്പൊ ഞാൻ ഫ്രീ ആയിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും ഞാൻ ഒരു പക്ഷേ ഇത് ഷെയർ ചെയ്യാം. പക്ഷെ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യും. വീക്ക്ലി വീഡിയോ സീരീസ് ജെനുവിൻ ആയിട്ട്, സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമാണ് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കമ്മിറ്റ്മെന്റ് ലെവൽ ഞാൻ എങ്ങനെ അറിയും? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അതായത് ഇപ്പൊ ഞാൻ മലയാളത്തിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. സോ അതൊരു പക്ഷെ കേരളത്തിലാവാം, അതല്ലെങ്കിൽ ഇന്ത്യയില്, ഔട്ട് ഓഫ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രമേഹ രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ. സോ അങ്ങനെ സീരിയസ് ആയിട്ട്, ജെനുവിൻ ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, അതുപോലെ നാട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതുപോലെ HbA1c നിങ്ങൾ ഈ 3 മാസത്തിനുള്ളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്തിടുക. കാരണം നമുക്ക് 12 ആഴ്ചയ്ക്ക് ശേഷം, ആക്ഷൻ സ്റ്റെപ്സ് എടുത്തതിന് ശേഷം എത്രമാത്രം വേരിയേഷൻസ് വന്നു എന്നുള്ളത് അറിയാൻ കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ട്രാക്കിംഗ് എന്നുള്ള രീതിയിൽ അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതുകൂടി ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 1 വീക്ക് ടൈം ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ 1 വീക്കിനുള്ളിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് ആ വാല്യൂസ് കൂടി കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക.
ഈ ജേർണി ഒരുപക്ഷെ മിക്ക ആൾക്കാരുടെയും ഹെൽത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇതിനെ എടുക്കുക. സോ വീക്ക്ലി നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലരിൽ വളരെ പെട്ടെന്ന് മാറ്റം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് 2 മാസം എടുക്കും. സോ അത് ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യം എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ ആക്ഷൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വീക്ക്ലി വീഡിയോസ് പൂർണ്ണമായിട്ടും കാണുക, നോട്ട്സ് എഴുതി വെക്കുക, അപ്പൊ അതിലുള്ള ആക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. റിസൾട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ ആ മാജിക്കൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. സോ നെക്സ്റ്റ് വീക്ക് കാണുന്നത് വരെ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക, ഇഫ് ഹെൽത്ത് ഈസ് ഫൈൻ, എവറിഥിങ് ഈസ് ഫൈൻ.